ഡൽഹിക്കാർ ചൂലെടുത്ത് തെരുവിലിറങ്ങുന്ന കാഴ്ച ഇന്ത്യ അമ്പരപ്പോടെ കണ്ട കാലം 2012 അവസാനവും 2013 തുടക്കവും. ചൂലൊരു ശക്തമായ രാഷ്ട്രീയ ആയുധമായി മാറി നമ്മുടെ രാജ്യത്ത്. അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തിയ, തെരുവിൽ പോരാട്ടങ്ങൾ നയിച്ച ഒരു നേതാവ് വളർന്നു വന്നു ഡൽഹിയിൽ. ഇൻകം ടാക്സിലെ ജോലി ഉപേക്ഷിച്ച് പൊതുപ്രവർത്തനത്തിനിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ. ജൻലോക്പാൽ ബിൽ പാസാക്കാനായി സമരം ചെയ്ത് അണ്ണാ ഹസാരെ ഡൽഹിയിലെത്തിയപ്പോൾ വലങ്കയ്യായി അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നു. പിന്നീട് UPA സർക്കാരിലെ 15 മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണവുമായി അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നു. ഒരു നിരാഹാര സമരം നടത്തി ജന്തർ മന്ദറിൽ. അന്നൊപ്പം ഉണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട നേതാക്കൾ മനീഷ് സിസോദിയയും ഗോപാൽ റായിയും. അതേ മനീഷ് സിസോദിയ അഴിമതി കേസിൽ ജയിലിലാണ് ഇപ്പോൾ. അഴിമതിക്കെതിരെ പ്രസംഗിച്ചും സമരം ചെയ്തും മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി അഴിമതി ആരോപണത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ. വളരെ പ്രധാനപ്പെട്ട 3 നേതാക്കൾ 2 വ്യത്യസ്തമായ കേസുകളിൽ ജയിലിൽ കഴിയുന്നു ഇപ്പോൾ. 2012 അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി രൂപീകരിച്ചു. 2013 തന്നെ അധികാരത്തിലെത്താൻ കഴിഞ്ഞു ഡൽഹിയിൽ. പിന്നീട് വമ്പൻ ഭൂരിപക്ഷത്തിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അഴിമതി വിരുദ്ധ മുഖമുദ്ര, ഒപ്പം തന്നെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഒപ്പം സൗജന്യ പ്രഖ്യാപനങ്ങൾ, അത് നടപ്പിലാക്കിയ രീതി, ഇതെല്ലാം അരവിന്ദ് കെജ്രിവാളിനെ വലിയ നേതാവാക്കി വളർത്തി. പക്ഷേ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ വട്ടമിട്ട് പറക്കുകയാണ് ആം ആദ്മി പാർട്ടിക്ക് മുകളിലും ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന് മുന്നിലും. ഡൽഹി മദ്യനയ അഴിമതി കേസാണ് ആം ആദ്മി പാർട്ടിക്ക് മുന്നിൽ ഇപ്പോൾ വലിയ പ്രശ്നമായി നിൽക്കുന്നത്. ഈ കേസിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിലായി. അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ പലതവണ വിളിച്ചു ED. ഡൽഹിയിലെ മദ്യനയം സ്വകാര്യ കമ്പനികൾക്ക് അനുകൂലമാക്കി മാറ്റി നിശ്ചയിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ കൈക്കൂലിയായി വാങ്ങി എന്നതാണ് ആരോപണം. ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ഈ കേസിലാണ് മാസങ്ങളായി ജയിലിൽ കഴിയുന്നത്. മറ്റൊരു കേസിൽ മുൻ ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ ജയിലിൽ കഴിയുന്നു. ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP സഞ്ജയ് സിംഗും ജയിലിലാണ് കള്ളപ്പണക്കേസിൽ. ഈ കേസുകളെല്ലാം ആം ആദ്മി പാർട്ടിയെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നുണ്ട്. മദ്യനയ കേസിൽ പ്രതിപട്ടികയിലില്ല എങ്കിലും സാക്ഷിയായി ചോദ്യം ചെയ്യാൻ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED പലതവണ സമൻസ് അയച്ചിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിന്. 9 തവണയും പോകാതെ മാറി നിന്ന അരവിന്ദ് കെജ്രിവാൾ കോടതിയിലൂടെ ആശ്വാസം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു ED. മദ്യനയ അഴിമതി കേസിൽ മാത്രമല്ല, ജൽ ബോർഡ് അഴിമതി കേസും ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് മുന്നിലുണ്ട്. ഡൽഹിയിലെ ഭരണം ജനങ്ങൾക്കിടയിൽ നല്ല പേരുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിന്. പഞ്ചാബിൽ ഭരണം പിടിക്കാൻ ആ നല്ല പേര് ഗുണമായി. ഒപ്പം തന്നെ ഹരിയാനയിലും ഗോവയിലും ഗുജറാത്തിലുമെല്ലാം രാഷ്ട്രീയമായി നല്ല നേട്ടമുണ്ടാക്കാൻ കെജ്രിവാളിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ നേതാവ് എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാൾ വളർന്നു വരുന്നു. പല പാർട്ടികൾക്കും ദേശീയ പാർട്ടി പദവി നഷ്ടമാകുമ്പോൾ ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടിയായി വളരുന്നത് നമ്മൾ കാണുന്നു എന്നതാണ് വിഷയം. അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ ശക്തമായ ഈ മുന്നോട്ട് പോക്ക് BJPക്ക് കാര്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കോൺഗ്രസിനും അപ്പുറത്തേക്ക് വലിയ ഒരു പ്രതിപക്ഷ പാർട്ടി വളർന്നു വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. 2012 അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ചാടിയിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ 12 വർഷത്തിനിപ്പുറം അഴിമതിക്കറ പുരണ്ട ഒരാളായി രാജ്യത്തിന് മുന്നിൽ നിൽക്കുന്നു എന്ന് BJP പറയുന്നു. എന്തായാലും അഴിമതി വിരുദ്ധ പ്രതിച്ഛായയാണ് തൻ്റേത്, തൻ്റെ പാർട്ടി അഴിമതിക്കെതിരാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു അരവിന്ദ് കെജ്രിവാൾ. ഇപ്പോഴത്തെ ഈ നിലയെ എങ്ങനെ മറികടക്കാൻ കെജ്രിവാളിന് കഴിയുമെന്നതാണ് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങളിൽ ഒന്ന്.